കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചർച്ച കോൺഗ്രസിനകത്ത് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ വീണ്ടും ഇതേ ചർച്ചയ്ക്ക് തിരിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേ റിപ്പോർട്ട്. അതിനകത്ത് ഈ പറയുന്നത് പോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിന് 22% ആളുകളാണ് ഇത്തരത്തിൽ 23% ആളുകളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സർവേയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് പിന്നീട് കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്ന മറ്റൊരു പേര് ശശി തരൂരിന്റേതാണ്. 9% ആളുകൾ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പേരില്ല, അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ പേരില്ല. അത്തരത്തിൽ ഒരുപാട് നേതാക്കന്മാരുടെ പേരുകളുടെ മിസ്സിംഗ് ആണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായി വിജയന്റെ പേരും ശൈലജ ടീച്ചറുടെ പേരും ശശി തരൂരിന്റെ പേരും വി ഡി സതീശന്റെ പേരും പറയുമ്പോൾ ബാക്കിയുള്ള നേതാക്കന്മാരുടെ പേരുകൾ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് കോൺഗ്രസിനകത്ത് വലിയ വഴക്കുകൾക്ക് വഴിവെക്കുന്നതാണോ കാണാൻ സാധിക്കുന്നത്? കോൺഗ്രസിന്റെ അകത്ത് വഴിവെക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വീണ്ടും ഒന്നുകൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ട്രെൻഡിങ് ആക്കുക, അതാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇലക്ഷൻ പോളുകളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ കാണാറുണ്ട്. അതിനകത്തിലൊന്നും ഇപ്പൊ ഏത് പാർട്ടിക്കാണോ മുൻതൂക്കം ഉള്ളത് അവർ മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യാറുള്ളത്. അല്ല ഓപ്പോസിറ്റുള്ള പ്രതിപക്ഷങ്ങളൊക്കെ അതിനെ ഉറപ്പായിട്ടും പറയുന്ന രീതി എന്ന് പറയുന്നത് ഇലക്ഷൻ പോളുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഒരു വിഭാഗത്തിന്റെ മാത്രം സർവേകളാണ് വരുന്നത്. മൊത്തത്തിലുള്ള സർവേകൾ വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ പറയുന്ന വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ മാറാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും വിഷകരമായിട്ടുള്ള ഒരു പേരാണ് രമേശ് ചെന്നിത്തലയുടെയും അതേപോലെ കുഞ്ഞാലിക്കുട്ടി. ഇവരെയൊക്കെയാണ് ഒരു കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെന്ന് പറയുന്ന ഒരു ചർച്ച തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഉയർന്നു കേട്ട പേരാണ്. ലീഗിന്റെ ഭാഗത്ത് നിന്നും അവർക്ക് ഒരു മുഖ്യമന്ത്രി ആവശ്യമുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ പേരായിരുന്നു ഉയർന്നു കേട്ടത്. പിന്നെ രമേശ് ചെന്നിത്തല വിഭാഗം ഉണ്ടായിരുന്നു. KC ഇഷ്ടപ്പെടുന്ന ആൾക്കാർ KC സപ്പോർട്ട് ചെയ്തു. പക്ഷേ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല പോരായിരുന്നു വൻ രീതിയിൽ ഈ കൊഴുത്തുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിലേക്കാണ് ഈ പറയുന്ന ശശി തരൂരിനെ ഒന്നും നമുക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ അപ്പുറത്തേക്കും പുള്ളിനെ കേന്ദ്ര നിലവ് അല്ലെങ്കിൽ കേന്ദ്രം കോൺഗ്രസ് പിടിക്കുകയാണെങ്കിൽ ഒരു വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു സ്ഥാനത്തേക്കായിരുന്നു പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ഈ പറയുന്ന ശശി തരൂരിന്റെ പേര് വരെ ഉയർന്നു കേട്ട സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒഴിവാക്കി കളഞ്ഞൊരു സാഹചര്യമായി പോയല്ലോ എന്നാണ് ഇത്തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ചിലയിടത്തൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് വി ഡി സതീശന്റെ കൈമടക്ക് കൊണ്ടുണ്ടായ റിപ്പോർട്ടായിരിക്കും ഇത്, സതീശനാണ് മുൻതൂക്കം, അല്ലെങ്കിൽ വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഈ പറയുന്ന രീതിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. അല്ല, ഇവിടെ വി ഡി സതീശനെ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ അദ്ദേഹം മുൻകൈയെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം, അത് ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗും വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയും വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വി ഡി സതീശന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. അതിലിപ്പോൾ നമുക്ക് വേറെ ആരെയും ആ ഒരു ക്രെഡിറ്റ് നൽകാൻ മാത്രമുള്ള വേറൊരു നേതാക്കന്മാരും ഇപ്പോൾ കോൺഗ്രസിനകത്ത്. അത് കോൺഗ്രസിന്റെ അകത്താണെങ്കിൽ ഇപ്പൊ ലീഗിന്റെ അകത്താണെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു KM ഷാജിയുടെ ഒരു അഭിപ്രായം വന്നത്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ ഇല്ലേ, അതൊക്കെ വി ഡി സതീശനായിരിക്കും നോക്കുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അല്ലെങ്കിൽ UDF ആ ഒരു ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിലും അപ്പോഴും വി ഡി സതീശൻ എന്ന് പറയുന്ന ആളുടെ പാറ്റേണിൽ തന്നെയായിരിക്കും പാർട്ടി പ്രവർത്തിക്കുന്നത്. കാരണം അത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതേ നേതൃത്വത്തിൽ തന്നെ പോകാനാണ് താല്പര്യമെന്ന് ലീഗിന്റെ ഒരു പ്രതിനിധി തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രാഷ്ട്രീയ തന്ത്രം വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള നിലപാടുകൾ ഈ നേതാക്കന്മാരൊക്കെ എടുക്കുന്നത്. പക്ഷേ പൊതുവെ ഗ്രൂപ്പ് പോര് നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കോൺഗ്രസിന്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ രമേശ് ചെന്നിത്തലയുടെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുന്ന കേട്ടിരുന്നു, എവിടുത്തെ സർവേ ആണിത്, കണ്ട സർവേയിലൊന്നും തന്റെ പേരില്ലാത്തത് തന്നെ നന്നായി എന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കാരൊന്നും ഈ സർവേ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. പേരില്ലാത്ത ആൾക്കാരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്, പേരുള്ളവരും പ്രതികരിച്ചിട്ടുണ്ട്, പിന്നെ പേരില്ലാത്ത ചിലരൊന്നും പ്രതികരിക്കാൻ വന്നിട്ടുമില്ല. അല്ല, ഇവിടെ ഇപ്പോൾ ചിലരെങ്കിലും ഈ ഒരു സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്നു, എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസിനകത്ത് മാത്രമല്ല എല്ലാ പാർട്ടിക്കകത്തും എല്ലാ മുന്നണിക്കകത്തും അതുള്ളതാണ്. ഇപ്പോൾ UDF ലായാലും LDF ലായാലും BJP ലായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പേരില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പോലും ഇവിടെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള പേരുകളിൽ ഉയർന്നു കേട്ടിരുന്നു എന്നുള്ളതാണ്. കൃത്യമായി ഈ പറയുന്ന പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ ഒരു സർവേയിൽ നിന്നും 24% അല്ലെങ്കിൽ 23% ആളുകൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ആഗ്രഹിക്കുമ്പോൾ 18% ആളുകൾ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന 16% ആളുകൾ ഉള്ളപ്പോൾ 14 മുകളിൽ പെർസെന്റേജോളം ആളുകൾ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനും താഴെയാണ് ശശി തരൂരിന്റെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ്
ഈ സർവേയുടെ തോന്നുന്നു ഒരു ഈ പറയുന്ന- നിലവാരത്തെ പറ്റി ചിന്തിക്കേണ്ടത്. അതെ. കാരണം ഇവിടുത്തെ കാര്യമല്ലേ ഈ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യം പറയുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാനേ പോകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് ഈ പറയുന്ന BJP-ക്കും അതറിയാം, അവർക്കും അതിനോട് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആ ഒരു രാഷ്ട്രീയ കളത്തിലേക്ക് ഒന്ന് കൊഴിപ്പിക്കാന്നുള്ള രീതി മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ട്രാറ്റജിയിൽ പോകുന്നത്. അല്ലാതെ കേരള സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ വാഴും എന്ന രീതിയിലൊന്നും അവർക്ക് തന്നെ ഇതില്ല. അപ്പോ ഈ പറയുന്ന 14% മുകളിൽ അയാൾക്കൊക്കെ എങ്ങനെയാണ് ആ സർവേ റിപ്പോർട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ പുറത്തുനിന്നുള്ള സർവേക്കകത്തിൽ ഇവിടെ ഉള്ളതിന്റെ അകത്ത് NDTV പോലെയുള്ളത് റിപ്പോർട്ടുകൾ, NDTV പുറത്തോട്ട റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകണമെന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു സർവേ ആയിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയുടെയും അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഒന്നും പേരുകൾ സർവേയിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം പോള് വരാതിരുന്നത്. ഈ പേരുകൾ ഉള്ളിടത്ത് മാത്രമാണല്ലോ നമുക്ക് പോൾ ചെയ്യാൻ സാധിക്കുള്ളൂ, ആർക്കൊക്കെ വേണം എന്നുള്ളത്. പോളിൽ പേരില്ലെങ്കിൽ നമുക്കത് പിന്നീട് വോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു നിലയിലേക്ക് പോകും. ഒരുപക്ഷെ ഇവരുടെയൊക്കെ പേരുകൾ വിട്ടുപോയത് കൊണ്ടായിരിക്കാം ഈ ഒരു സർവേയിൽ പെർസെന്റേജ് കണക്കിൽ ഈ വ്യക്തികളുടെ പേരുകൾ ഉയർന്നു കേൾക്കാതിരുന്നിട്ടുള്ളത്. ശശി തരൂരിനെ പോലെയുള്ളവരെയൊക്കെ മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതും ഈ പറയുന്നത് പോലെ ബിസിനസ് ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ബിസിനസ് മൈൻഡിലുള്ള കോർപ്പറേറ്റ് മൈൻഡിലുള്ള ആളുകൾ തന്നെയായിരിക്കണം. അല്ല, എന്തായാലും ഇവിടെ പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയും KCയും ശശി തരൂരും VD സതീശനും എല്ലാം ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ നയിക്കാൻ പോകുന്നത്. അതിനകത്തിൽ VD സതീശൻ മാത്രമാണ് ഇവിടെ നയിക്കുന്നത്, ആ തലങ്ങളിലൊന്നും ഇല്ല. ഇവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ആ ഒരു തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വങ്ങൾ നയിക്കാൻ പോകുന്നത്. അപ്പോ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒന്നും ഇവിടെ നിലനിൽക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഈ പറയുന്ന മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യനായിട്ടുള്ളത് അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് പോകുന്നൊരു രീതിയല്ല. അത് മന്ത്രിസഭ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ ആ സമയത്ത് കോൺഗ്രസിന്റെ അകത്തുണ്ടാവുന്ന ചർച്ചയാണ് ആരാണ് മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്നത്, ആ ഒരു പദവി അലങ്കരിക്കാൻ പോകുന്നത്, ആഭ്യന്തരം എങ്ങനെയാണ്, അല്ലെങ്കിൽ മന്ത്രിസഭാ സ്ഥാനങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഈ പാർട്ടിക്ക് അകത്തായിരിക്കും പിന്നീട് ചർച്ചകൾ നടക്കുന്നത്. നമുക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനുള്ള വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. അതിനകത്തിൽ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമായിരിക്കും ആഭ്യന്തരം രമേശ് ചെന്നിത്തല കൊടുക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തല, KC ഇവിടെ വേണം, ശശി തരൂർ ഇവിടെ വേണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ പാർട്ടിയുടെ അധികാരത്തിൽ അല്ലെങ്കിൽ അതിന്റെ അകത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തിൽ 18% ഒക്കെ ആൾക്കാർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആലോചിക്കുമ്പോഴാണ്. പക്ഷെ അത്രത്തോളം ഈ പറയുന്നത് പിണറായിയുടെ ഒരു മികവ് കൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇഷ്ടപ്പെടുന്നതിന്റെ അപ്പുറത്തേക്കും പല മണ്ഡലങ്ങളിലും കമ്മ്യൂണിസ്റ്റിന്റേതായിട്ടുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം പല MLA-കളും ഇപ്പോ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്ത് അറിയുന്നുണ്ടെങ്കിൽ പോലും പല ഇടങ്ങളിലും വീണ്ടും ഭരണം നിലനിൽക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ അവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന ഭരണം വീണ്ടും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോ അതൊരു ടീം വർക്കാണ്. അപ്പൊ അവരുടെ വർക്ക് അവർ ആ രീതിയിൽ തന്നെ നടക്കട്ടെ. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയാണെങ്കിൽ അതും നന്നായിരിക്കട്ടെ. ഇനിയിപ്പോ പിന്തുടർച്ച ഭരണമാണെങ്കിൽ അത് ഇവരുടെ വർക്ക് അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചിട്ടും ഇങ്ങനെ ഒരു വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് ആ ഒരു രീതിയിൽ ഉണ്ടായിട്ട് പോലും വീണ്ടും അവർ ഭരിക്കാൻ വരികയാണെങ്കിൽ അത് അവരുടെ മികവ് തന്നെയാണ്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല.